ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടറി ഡിസൈനെ കുറിച്ചാണ്. ഫാക്ടറി ഡിസൈൻ, ടൈപ്പ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ടാണ് നോക്കി വരുന്നത്. ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്താണെന്ന് നോക്കി, അതിൻ്റെ ഭാഗമായി കുറേയധികം ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ടെക്നിക്കൽ ഫീസിബിലിറ്റിയുടെ ഭാഗമായി അല്ലെങ്കിൽ ടെക്നിക്കൽ സ്റ്റഡിയുടെ ഭാഗമായി, ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളിൽ വരുന്ന ഒരെണ്ണമാണ് ഫാക്ടറി ഡിസൈൻ അല്ലേ. ഒരു പ്ലാന്റും ലൊക്കേഷനും സൈറ്റൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, പ്രോഡക്റ്റ് മിക്സും ഒക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഡക്റ്റ് മിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടറി ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഫാക്ടറി ഡിസൈൻ. സോ വൺസ് an entrepreneur has taken decision to set up factory and selected the location, site and the product mix etc., the next step is to plan and organize the facilities to be used in the factory. ക്ലിയർ? അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അതിനാവശ്യമായിട്ടുള്ള മെഷീനറീസിനും ടെക്നോളജിയെ കുറിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്തു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓക്കെ, സോ ഫെസിലിറ്റീസ് റിക്വയർഡ് ഫോർ ഫാക്ടറി. ക്ലിയർ? ഏത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില മെഷീനറീസ്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ ഒക്കെ നമ്മൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫാക്ടറിയുടെ ഡിസൈനെ കുറിച്ച് നമ്മളവിടെ നോക്കുന്നത്. ക്ലിയർ? സോ വി ഹാവ് ഓൾറെഡി ഡിസൈഡഡ് അബൌട്ട് ദ ടെക്നോളജി, വി ഹാവ് ഓൾറെഡി ഡിസൈഡഡ് അബൌട്ട് ദ ലൊക്കേഷൻ, വി ഹാവ് ഡിസൈഡഡ് അബൌട്ട് ദി പ്ലാന്റ് സൈസ്, വി ഹാവ് ഡിസൈഡഡ് അബൌട്ട് ദി സൈറ്റ്, സ്പെസിഫിക് സൈറ്റ് അല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷീനറി നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രോസസ്സും നേച്ചറും ടൈപ്പും പ്രത്യേകതയൊക്കെ അനുസരിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഫാക്ടറിയുടെ ഡിസൈൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഹെവി മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. വളരെ ഹാൻഡ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഡിസൈനിങ്ങിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ദി ടേം ഫാക്ടറി ഡിസൈൻ റെഫേഴ്സ് ടു എ പ്ലാൻ ഫോർ ദി പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, അറേഞ്ച്മെന്റ് ഓഫ് ദി മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ദ സർവീസ് ഫെസിലിറ്റീസ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ്, വെന്റിലേഷൻ എക്സെട്ര ഇൻ ദ ബിൽഡിംഗ്. അപ്പോൾ എന്താണ് ഫാക്ടറി ഡിസൈൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഡെഫിനിഷൻ ആണല്ലേ. എന്താണത്? സോ ഇറ്റ് റെഫേഴ്സ് ടു ദി പ്ലാൻ ഫോർ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് അല്ലേ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? മൾട്ടി സ്റ്റോറേഡ് വേണോ, സിംഗിൾ സ്റ്റോറേഡ് മതിയോ, അതോ ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫ് മതിയോ, അതോ വേറെ രീതിയിലുള്ള റൂഫിംഗ് വേണോ, അല്ലെങ്കിൽ വെന്റിലേഷൻ്റെ റിക്വയർമെൻ്റ് എന്താണ്? അപ്പോൾ അതിനനുസരിച്ച് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് എന്തായിരിക്കും, അറേഞ്ച്മെൻറ്റ് ഓഫ് മെഷീനറി അവിടെ എങ്ങനെ ചെയ്യണം. ക്ലിയർ? ലൈനായിട്ട് ഓരോന്ന് അടുക്കി പോലെ വെച്ചാൽ മതിയോ, ലൈനായിട്ട് വെക്കണോ, അതല്ല സെൻട്രൈസ് ചെയ്തുകൊണ്ട് വെക്കണോ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. ക്ലിയർ? റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട്. ദെൻ പ്രൊവിഷൻ ഫോർ സർവീസ് ഫെസിലിറ്റീസ് എന്തൊക്കെയായിരിക്കും, റിപ്പയർ, മെയിൻ്റനൻസ്, അതിനുള്ള ഫെസിലിറ്റീസ് എങ്ങനെ വേണം, ലൈറ്റിംഗ്, വെന്റിലേഷൻ, ഹീറ്റിംഗ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, ഇതെല്ലാം ഒരു ബിൽഡിങ്ങിൽ നിശ്ചയിക്കുമ്പോൾ അതിനെ ഫാക്ടറി ഡിസൈൻ എന്ന് പറയാം. സോ ഫാക്ടറി ഡിസൈൻ കംപ്രൈസസ് ഓഫ് ലേ ഔട്ട് ഓഫ് ബിൽഡിംഗ്, ദാറ്റ് ഈസ് ബിൽഡിംഗ് ഡിസൈൻ ആൻഡ് ലേ ഔട്ട് ഓഫ് ഫാക്ടറി. ക്ലിയർ? ഫാക്ടറിയുടെ ഉള്ളിൽ എങ്ങനെ ലേ ഔട്ട് ചെയ്യുന്നതെന്നും അതുപോലെ ഫാക്ടറിയുടെ ബിൽഡിംഗ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതും രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ, കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നത്? ഇറ്റ് വിൽ ബിക്കം factory design. Okay, so while designing a factory, the following factors should be considered. Okay, what are the factors to be considered? Number one, location. Okay, so location of the പ്ലാൻ അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന കെട്ടാൻ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ബിൽഡ് ചെയ്യാൻ പോകുന്ന, കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ അല്ലേ, അതിൻ്റെ ലൊക്കേഷൻ എന്തായിരിക്കും? അർബൺ ആണോ, റൂറൽ ഏരിയ അല്ലേ? അർബൺ സെൻറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ, സിറ്റി സെൻറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ലാൻഡിന് വലിയ വിലയായിരിക്കും. അപ്പോൾ നമ്മളവിടെ പരമാവധി ചെറിയ സ്പേസിൽ മൾട്ടി സ്റ്റോറേജ് ആയിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതല്ല റൂറൽ പ്രദേശങ്ങളാണെങ്കിൽ ലാൻഡ് അബണ്ടൻ്റ് ആയിരിക്കും അല്ലേ, അവിടെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഗിൾ സ്റ്റോറേജ് ബിൽഡിംഗ് ആയിട്ട് തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ലൊക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലേ, പ്രോസസ്സ്, മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ നേച്ചർ എന്താണ് അല്ലേ, അത് കണ്ടിന്യൂസ് ഓപ്പറേഷൻ വരുന്നതാണോ അല്ലേ? ചില ഓപ്പറേഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് അല്ലേ. നമുക്കറിയാം ഇപ്പോൾ കോട്ടൺ ടെക്സ്റ്റൈലൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റൈൽ യാണ് നിർമ്മിക്കുന്നതിന് വേണ്ടി പരുത്തി കൊണ്ടുവന്ന് അതിനെ പ്രോസസ്സിങ് ചെയ്ത് അതിനെ വാഷ് ചെയ്ത് അല്ലേ, അതിൻ്റെ കുറേ ഇതുണ്ട്, സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ പറയും. ആ സ്റ്റെപ്സ് ഒക്കെ കഴിഞ്ഞാൽ എന്തായിട്ട് മാറുള്ളൂ? സ്പിന്നിങ്ങിന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള യാണായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ അതിനെ ഒരു പ്രോസസ് സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്യേണ്ടി വരും. ക്ലിയർ? ചിലതിനാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, സെൻട്രൈസ് ചെയ്താൽ മതിയാവും. ക്ലിയർ? അപ്പോൾ അതനുസരിച്ച് നോക്കി ചെയ്യണം. ദെൻ പ്ലാന്റ് ലേഔട്ട്.
പ്ലാന്റിൻ്റെ ലേ ഔട്ട് എന്തായിരിക്കണം, നമ്മുടെ പ്ലാന്റ് ഏത് രീതിയിൽ വേണം, അല്ലേ, 1-2 പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ ആ പ്ലാന്റുകളൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത്, അതിനെക്കുറിച്ച് നമ്മൾ നോക്കണം. ദെൻ സ്മൂത്ത്നെസ് ഇൻ ഓപ്പറേഷൻ, അല്ലേ, ഓപ്പറേഷൻ്റെ സ്മൂത്ത്നെസ്, അല്ലേ, സാധാരണ പ്ലാന്റ് ലേ ഔട്ടും ഫാക്ടറി ഡിസൈനും ഒക്കെ ചെയ്തു കഴിഞ്ഞു, മെറ്റീരിയൽ കൊണ്ടുവന്നു, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ഡിഫിക്കൽട്ടായിട്ട് നിൽക്കുന്നു, ഒരു സ്ഥലത്ത് മെറ്റീരിയൽ കൊണ്ടിടും, വേറെ സ്ഥലത്തേക്ക് അതിന് ഷിഫ്റ്റ് ചെയ്യണം, അതിൽ നിന്ന് പ്രോസസ്സ് ചെയ്തതിന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു, അല്ലേ, ചെക്ക് വെദർ ഇറ്റ് വിൽ പ്രൊവൈഡ് ഈസ് ഓഫ് ഓപ്പറേഷൻ, ക്ലിയർ, അത്തരത്തിലുള്ള സ്മൂത്ത് ഓപ്പറേഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണോ എന്ന് നമ്മൾ നോക്കണം. ആ രീതിയിലേക്ക് അതിനെ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സർവീസ് ഫെസിലിറ്റീസ് റിക്വയർഡ്, അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ സർവീസ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് സർവീസ് ഫെസിലിറ്റി, എല്ലാതരം റിപ്പയർ, മെയിൻ്റനൻസ്, ഹീറ്റിംഗ്, വെന്റിലേഷൻ, വാട്ടർ സപ്ലൈ, ക്ലിയർ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും അവിടെ ലഭ്യമാവുന്നുണ്ടോ, അതിനുള്ള പ്രൊവിഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എങ്ങനെയാണ്, ഓട്ടോമാറ്റഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വേണോ, മാനുവൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണോ, അതിനനുസരിച്ചുള്ള പ്രൊവിഷൻ ഉണ്ടോ, അതിനെക്കുറിച്ച് ഡിസൈൻ ചെയ്യണം. ദെൻ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ടിങ് ബിൽഡിംഗ്, അല്ലേ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്, ക്ലിയർ, എന്താ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ബിൽഡിങ്ങിന് വരുന്ന കോസ്റ്റ്, അല്ലേ, ഏത് രീതിയിലുള്ള ബിൽഡിംഗാണ് നമുക്ക് വേണ്ടത്, എത്ര സ്ക്വയർ ഫീറ്റിലാണ് അത് ചെയ്യേണ്ടത്, അല്ലേ, അതിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, അതുപോലെ ഹൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഇതെല്ലാം ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ സോഴ്സ് ഓഫ് ഫിനാൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മാത്രമേ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അതുകൂടെ നോക്കണം. ഫ്യൂച്ചർ എക്സ്പാൻഷനുള്ള പോസിബിലിറ്റി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ. ഇപ്പോൾ ഒരാവശ്യം 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് മതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് കെട്ടി, അല്ലേ, പിന്നീട് ഡിമാൻഡ് വർദ്ധിച്ചപ്പോൾ 2000 യൂണിറ്റ് ആയിട്ട് മാറണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും വേറൊന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ മുൻകൂട്ടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ എക്സ്പാൻഷന് സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ദെൻ നേച്ചർ ഓഫ് പ്രോഡക്റ്റ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നേച്ചർ എന്താണ്, അത് ബൾക്കി പ്രോഡക്റ്റ് ആണോ, അല്ലെങ്കിൽ വളരെ ഹസാർഡസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണോ, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ, സ്മോൾ പ്രോഡക്റ്റ് ആണോ, പെരിഷബിൾ ആണോ, നോൺ പെരിഷബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ദെൻ അപ്പിയറൻസ്, ഫാക്ടറി ബിൽഡിങ്ങിൻ്റെ അപ്പിയറൻസ് എങ്ങനെ വേണം, അല്ലേ, ഇത്രയും ഈ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, നല്ലൊരു ഫാക്ടറി ഡിസൈൻ ആയി എന്ന് പറയാൻ പറ്റും, ക്ലിയർ. ഇതെല്ലാം നോക്കി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു ഡിസൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, ക്ലിയർ. അങ്ങനെ ഡിസൈനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈപ്പ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ് നിശ്ചയിക്കുന്നു, ക്ലിയർ. സോ എന്താ ഈ ടൈപ്പ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്? സോ ഫാക്ടറി ബിൽഡിംഗ് ഷുഡ് ബി ഡിസൈൻഡ് ആൻഡ് ബിൽറ്റ് ടു പ്രൊട്ടക്ട് ദി പ്രോപ്പർട്ടി ആൻഡ് വർക്കേഴ്സ്, അല്ലേ. ഒരു ഫാക്ടറിയുടെ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താ, എന്തിനു വേണ്ടി അത് കൺസ്ട്രക്ട് ചെയ്യുന്നു, ഓപ്പൺ സ്പേസിൽ നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ അവർക്ക് പ്രൊട്ടക്ഷൻ വേണം, വർക്കേഴ്സിന് പ്രൊട്ടക്ഷൻ വേണം, മെഷീനറിക്ക് പ്രൊട്ടക്ഷൻ വേണം, ഫർണിച്ചർ എക്യുപ്മെൻറ്റ്സ്, ഇതിനെല്ലാം പ്രൊട്ടക്ഷൻ വേണം, അല്ലേ. അത്തരത്തിലൊരു പ്രൊട്ടക്റ്റീവ് മെഷർ ആയിട്ടാണ്, ക്ലിയർ, നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ക്ലിയർ. അപ്പോൾ റെയിനോ, അതുപോലെ ഹീറ്റോ, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ തരത്തിലും ഹ്യൂമിഡിറ്റി, ഇതെല്ലാം നോക്കിയിട്ട്, അല്ലേ, അതിനെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടുമോ നോക്കി നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ എല്ലാം നോക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ. ആൻഡ് it should be provide for efficient operation of the plant so that the cost of operation can be minimized, അല്ലേ. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് എന്തുകൂടെ സഹായിക്കണം, എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സ്മൂത്ത് ആയിട്ടുള്ള, ഈസ് ഓഫ് ഓപ്പറേഷനെ സഹായിക്കുന്നതായിരിക്കണം, ഓക്കെ. അതൊരു കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാനും പറ്റണം. The factory building should be provide pleasant and comfortable working environment, അല്ലേ. നല്ല രീതിയിലുള്ള ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള, കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. അതർവൈസ് അവർക്ക് എന്ത് സംഭവിക്കും, അല്ലേ, വളരെ കൺജസ്റ്റഡ് ആണ്, വളരെയധികം എയർ സർക്കുലേഷൻ കുറവാണ്, വെന്റിലേഷൻ ഇല്ല, ലൈറ്റിംഗ് ഇല്ല. അപ്പോൾ കുറേ അധികം ആളുകൾ ബുദ്ധിമുട്ടുമായിട്ട് എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി ഒക്കെ ലോ ആവും, ക്ലിയർ. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യണം, ആവശ്യമായിട്ടുള്ള രീതിയിൽ കംഫർട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ വേണം, വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ വേണം ഡിസൈൻ ചെയ്യാൻ. സോ ഇറ്റ് ഷുഡ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ആസ് ഇറ്റ് ഹെൽപ്സ് ടു എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ ഓഫ് എ പ്ലാൻ. ഒരു പ്ലാനിൻ്റെ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഓപ്പറേഷനെ സഹായിക്കുന്ന തരത്തിൽ ഇതിനെ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓക്കെ. So while designing and constructing the factory design, the following factors should be taken into consideration, അല്ലേ. ഒരു ഫാക്ടറി ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, കുറച്ച് കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. അതുപോലെ ബിൽഡിങ്ങിൻ്റെ കേസ് നമ്മൾ നോക്കണ്ടേ, അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യണം, പ്ലാന്റ് ലൊക്കേഷൻ, പ്ലാന്റ് ലേഔട്ട്, ക്ലിയർ. പ്ലാന്റിൻ്റെ ലൊക്കേഷൻ എന്താണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. പ്ലാന്റ് ലേഔട്ടിനെ കുറിച്ച് നമ്മൾ നോക്കണം, അല്ലേ. ഏത് രീതിയിൽ നമുക്ക് പ്ലാന്റ് ലേഔട്ട് ചെയ്യണം, ക്ലിയർ. അത് അങ്ങനെ ലൈനായിട്ട് അറേഞ്ച് ചെയ്താൽ മതിയോ, അതോ സീക്വൻഷ്യലായിട്ട് ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെ അറേഞ്ച് ചെയ്യണോ, അതിനെക്കുറിച്ചൊക്കെ നോക്കണം. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്താണ്, അല്ലേ, ഓട്ടോമേറ്റഡ് ആണോ, മാനുവൽ ആണോ, പ്രോഡക്റ്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്ത് പ്രോഡക്റ്റ് ആണ്, അതിന് എന്ത് എക്യുപ്മെൻറ്റ്സ് വേണം, അത് ഹെവി ആണോ, സ്മോൾ ആണോ, നേച്ചർ എന്താണ്, അതൊക്കെ നോക്കണം. പ്രൊവിഷൻ ഫോർ എക്സ്പാൻഷൻ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ നോക്കണം. സേഫ്റ്റി ആൻഡ്
സെക്യൂരിറ്റി ഓഫ് പീപ്പിൾ നമ്മൾ നോക്കണം, അതുപോലെ പ്രോപ്പർട്ടി, എക്യുപ്മെൻറ്റ്സ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സേഫ്റ്റി സെക്യൂരിറ്റി നോക്കണം, എംപ്ലോയി ഫെസിലിറ്റീസ് നോക്കണം, ഫ്ലെക്സിബിലിറ്റി എൻഷുർ ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസൈൻ ആയിട്ട് മാറുള്ളൂ. ക്ലിയർ? സോ ടൈപ്സ് ഓഫ് ഫാക്ടറി ബിൽഡിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ടൈപ്സ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ് എന്തൊക്കെ വരുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. പ്ലാന്റ് ലേഔട്ടിനെ കുറിച്ചൊക്കെ വരുന്ന സമയത്ത്, ബിൽഡിംഗ് ലേഔട്ട്, പ്ലാന്റ് ലേഔട്ടിനെ കുറിച്ചൊക്കെ വരുന്ന സമയത്ത് നോക്കാം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ നേച്ചർ അനുസരിച്ച് അല്ലേ. ബിൽഡിംഗ് തന്നെ ചിലപ്പോൾ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആവാം, സിംഗിൾ സ്റ്റോറേജ് ബിൽഡിംഗ് ആവാം അല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് നമുക്ക് അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നോക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഈസ് മെഷീനറീസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അടുത്തായിട്ട് എന്ത് ചെയ്യണം, മെഷീനറീസ് ആൻഡ് എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണം. സോ മെഷീനറീസ് and requirement of machineries and equipment is dependent on production technology and plant capacity. So it is also influenced by the type of project or product to be produced. The process oriented industry like the petrochemical unit, machineries and equipment should be such that the various stages of are matched well. അല്ലെ, ഒരു പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിമെൻറ്റ് ഇൻഡസ്ട്രിയാണ്, പെട്രോ കെമിക്കലാണ്, അവിടെയൊക്കെ എന്തായിരിക്കും, പ്രോസസ്സായിരിക്കും നടക്കുക അല്ലേ. ആദ്യത്തെ സ്റ്റേജ് പെട്രോളിയം ക്രൂഡ് കൊണ്ടുവന്നു, ക്രൂഡിനെ ആദ്യം എന്ത് ചെയ്തു, റിഫൈൻ ചെയ്തിട്ട് ഒരു സ്റ്റേജ് റിഫൈൻമെൻറ്റ് ചെയ്യും. ആ റിഫൈൻമെൻറ്റിന് ശേഷം അടുത്തൊരു സ്റ്റേജിലേക്ക് റിഫൈൻമെൻറ്റ് ചെയ്യും, അടുത്തൊരു സ്റ്റേജിലേക്ക് റിഫൈൻമെൻറ്റ് ചെയ്യും. ക്ലിയർ? ഇങ്ങനെ റിഫൈൻ ചെയ്തിട്ട് അവസാനം ഏറ്റവും റിഫൈൻഡ് ആയിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലേ, ഏവിയേഷൻ സ്പിരിറ്റ് അല്ലെങ്കിൽ പെട്രോൾ, പിന്നെ ഡീസൽ അല്ലേ. ആ രീതിയിൽ അതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് വരാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഏറ്റവും പ്യൂറായിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് ഏവിയേഷൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ഏവിയേഷൻ ഫ്യൂറായിട്ട് മാറുക. കുറച്ചുകൂടെ ഇമ്പ്യൂരിറ്റി വരുമ്പോഴാണ് അത് പെട്രോൾ, പിന്നെ കുറച്ചുകൂടെ വരുമ്പോഴാണ് ഡീസൽ, പിന്നീടാണ് കെറോസിൻ. അപ്പോൾ ആ രീതിയിൽ ഒട്ടനവധി സ്റ്റേജസിലൂടെയാണ് ഇത് ഇതിൻ്റെ എന്താ പറയുന്നത് മാനുഫാക്ചറിങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതെന്ത് ചെയ്യാൻ, അറേഞ്ച് ചെയ്യാൻ. ക്ലിയർ? അപ്പോൾ ടൈപ്പ് ഓഫ് മെഷീനറീസിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ പ്ലാന്റ് ലേഔട്ട് അല്ലേ. പ്ലാന്റ് ലേഔട്ട് അല്ലെങ്കിൽ ഫാക്ടറി ലേഔട്ട് എന്ന് പറയും. ഫാക്ടറിയുടെ ലേഔട്ട് എങ്ങനെയായിരിക്കും നിശ്ചയിക്കേണ്ടത്. ഫാക്ടറിയുടെ ഡിസൈനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടറിയുടെ ലേഔട്ട് നിശ്ചയിക്കണം. എങ്ങനെയാണ് നമ്മൾ ഫാക്ടറി സിറ്റുവേറ്റ് ചെയ്യുക. സോ ദി എഫിഷ്യൻസി ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻ also depend on the layout of the plant and machinery. Clear? So proper plant layout can reduce manufacturing costs by saving money and time. അല്ലേ, ആളുകളുടെ വർക്കേഴ്സിൻ്റെ ടൈം, എഫേർട്ട്, എനർജി ഇതൊക്കെ സേവ് ചെയ്യാൻ നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ലേഔട്ടിന് കഴിയും. ക്ലിയർ? അതിനനുസരിച്ച് അതിനെ ഡിസൈൻ ചെയ്താൽ മതിയാവും. ക്ലിയർ? സോ എ പ്ലാന്റ് ലേഔട്ട് refers to the arrangement of machineries, equipments and other physical facilities within the factory premises. So what is plant layout എന്ന് ചോദിക്കാൻ നമുക്ക് എഴുതാൻ പറ്റും. എന്താണത്? So it refers to the arrangement of machineries, equipments and other physical facilities within the factory premises. ഒരു ഫാക്ടറി പ്രിമിസസിനുള്ളിൽ നമ്മുടെ മെഷീനറിയും എക്യുപ്മെൻസും മറ്റുള്ള ഫെസിലിറ്റികളും സർവീസ് ഫെസിലിറ്റി എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെയാണ് ലേഔട്ട് എന്ന് പറയുന്നത്. സോ പ്ലാൻ ലേഔട്ട് മേ ബി ഐഡൻറ്റിഫൈഡ് ആസ് or defined as technique of locating machines, processes and plant services within the factory in order to secure the greatest possible output of high quality at the lowest possible total cost of production. Clear? Total cost of production വളരെ കുറഞ്ഞ രീതിയിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്ട്സ് അല്ലേ നമുക്ക് എങ്ങനെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, മെഷീനറീസിനെയും എക്യുപ്മെൻസിനെയും സർവീസ് ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. ഇതിനെയാണ് പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. സോ വൈൽ ഡിസൈഡിങ് ദ പ്ലാന്റ് ലേഔട്ട് ദ ഫോളോവിങ് factors should be considered. Clear? എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? സോ നേച്ചർ ഓഫ് ഇൻഡസ്ട്രി നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ. ഇൻഡസ്ട്രിയുടെ നേച്ചർ എന്താണ് അല്ലേ, അതിനനുസരിച്ച് വേണം ചെയ്യാം. മാനുഫാക്ചറിങ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫാക്ടറി നമ്മൾ ലേഔട്ട് ചെയ്യേണ്ടി വരും അല്ലേ. അതെല്ലാം സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ ആ രീതിയിൽ മാത്രം മതിയാവും. ക്ലിയർ? സോഫ്റ്റ്വെയറോ IT ഇൻഡസ്ട്രി ആണെങ്കിലും അതിനനുസരിച്ച് ചെയ്താൽ മതിയാവും. ക്ലിയർ? ഒരു വലിയ മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അതിനനുസരിച്ച്, ഹെവി ഗുഡ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും അല്ലേ, സ്മോൾ ഗുഡ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നേച്ചർ ഓഫ് ഇൻഡസ്ട്രി, നേച്ചർ ഓഫ് പ്രോഡക്റ്റ്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ, ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്, ക്ലിയർ, ലൊക്കേഷൻ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, then type of equipments, then factory building, then service facilities available or required, lighting and ventilation required. ഇത്തരമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? ഇങ്ങനെ എല്ലാം പരിശോധിക്കുമ്പോൾ മാത്രമേ എന്ത് പറയുള്ളൂ, അതിനെ നല്ലൊരു ലേഔട്ട് എന്ന് പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇവിടെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേഔട്ട് നമുക്ക് അവൈലബിൾ ആണ്.
ഓക്കെ. അത് നമുക്ക് സർക്കുലറായിട്ട് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അല്ലെ, ഒരു സർക്കിളായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു മെഷീൻ ഇവിടെ, വേറൊരു മെഷീൻ ഇവിടെ, വേറൊരു ഫെസിലിറ്റി ഇവിടെ, വേറൊരു ഫെസിലിറ്റി ഇവിടെ. അപ്പോൾ ഇത് പ്രോസസ്സിങ്ങിനൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുക. ക്ലിയർ. അപ്പോൾ ഇത് ആദ്യത്തെ പ്രോസസ്സാണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ കഴിഞ്ഞ ഉടനെ അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 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 ക്ലിയർ. ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ്ങിലൊക്കെ ഇങ്ങനെ ഒരു സൈക്ലിക്കലായിട്ടായിരിക്കും പോവുക. ക്ലിയർ. ആദ്യത്തെ ഒരു പ്രോസസ്സ്, അത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ്, അങ്ങനെ ഫൈനൽ പ്രോസസ്സ് എത്തുമ്പോൾ വെഹിക്കിളായിട്ട് മാറും. ക്ലിയർ. സോ പ്ലാന്റ് ലേഔട്ടിനെ സംബന്ധിച്ചുള്ള ഘടകം അല്ലേ, കുറേയധികം ഫാക്ടേഴ്സിനെ ആശ്രയിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്തിട്ട് വേണം പക്ഷേ പ്ലാന്റ് ലേഔട്ട് നിശ്ചയിക്കാനായിട്ടുള്ളത്. ക്ലിയർ. അപ്പോൾ പ്ലാന്റ് ലേഔട്ട് നമ്മൾ നിശ്ചയിക്കുമ്പോൾ, അല്ലെങ്കിൽ ലേഔട്ട് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് പല രീതിയിലും നമ്മൾ പ്ലാന്റ് ലേഔട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് പ്ലാന്റ് ലേഔട്ട് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിന് പ്രധാനമായിട്ട് 5 തരത്തിലുള്ള ലേഔട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് പ്രോഡക്റ്റ് ലേഔട്ട് എന്ന് പറയും. ക്ലിയർ. സോ ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ലേഔട്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ലേഔട്ടിലാണ്. ഒന്ന് പ്രോഡക്റ്റ് ലേഔട്ട്. രണ്ടാമത്തത് പ്രോസസ് ലേഔട്ട്. പ്രോസസ്സുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിന് പ്രോസസ് ലേഔട്ട് എന്ന് പറയും. കമ്പൈൻഡ് ലേഔട്ട് എന്ന് പറയും മൂന്നാമത്തത്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് കമ്പൈൻഡ്. ക്ലിയർ. ദെൻ സ്റ്റേഷനറി ലേഔട്ട് എന്ന് പറയും നാലാമത്തത്. ക്ലിയർ. സ്റ്റേഷനറി ലേഔട്ട്. സ്റ്റേഷനറി മീൻസ് മെഷീനറിയും എക്യുപ്മെൻസും പ്രോഡക്റ്റൊക്കെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ആളുകൾ എന്ത് ചെയ്യണം? പീപ്പിൾ, മെൻ, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ടൂൾസ്, ഇതെല്ലാം ആ സ്ഥലത്ത് പോയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ സെല്ലുലാർ ലേഔട്ട് ഉണ്ട്. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ 5 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ലേഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്ലാന്റുകൾ ലേഔട്ട് ചെയ്യുമ്പോൾ അല്ലേ, ചിലപ്പോൾ ചില കേസസിൽ ചില പ്രോഡക്റ്റുകളുടെ കേസസ് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ എ പ്രോഡക്റ്റ്, ബി പ്രോഡക്റ്റ്, സി പ്രോഡക്റ്റ്. അപ്പോൾ എക്ക് ഒരു ലേഔട്ട്, ബിക്ക് ലേഔട്ട്, സിക്ക് ലേഔട്ട്. ഇങ്ങനെ ഒരു കമ്പനിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ 3 തരത്തിലുള്ള ലേഔട്ട് അല്ലേ, 3 തരത്തിലായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ലേഔട്ട് ഇതിൽ ഈ സെക്ഷൻ മുഴുവൻ എ, ഈ സെക്ഷൻ മുഴുവൻ ബി, ഈ സെക്ഷൻ മുഴുവൻ സി. ഇങ്ങനെ നമുക്ക് പ്രോഡക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ലേഔട്ട് ചെയ്യാം. അതിനാണ് പ്രോഡക്റ്റ് ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലേഔട്ടിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രമേ വരുള്ളൂ. പ്രോസസ് ലേഔട്ട് എന്താ? നമുക്കറിയാം എയും ബിയും സിയും 3 പ്രോഡക്റ്റ് ഉണ്ട്. പക്ഷേ പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 ഇങ്ങനെ 3 പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന പ്രോഡക്റ്റും എന്ത് ചെയ്യണം? പ്രോസസ് 1ലേക്ക് പോകണം. പ്രോസസ് 1ലേക്ക് പോയിട്ട് പിന്നെ 2ലേക്ക് പോകണം. 2ലേക്ക് പോയിട്ട് 3ലേക്ക് പോകണം. ബി എന്ന പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? പ്രോസസ് 1ലേക്ക് പോകണം. 1 നിന്ന് 2ലേക്ക് പോകണം. 2 നിന്ന് 3ലേക്ക് പോകണം. സി എന്ന പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? 1ലേക്ക് പോകണം. 2ലേക്ക് പോകണം. 3ലേക്ക് പോകണം. ക്ലിയർ. അപ്പോൾ ഇങ്ങനെ പ്രോസസ്സുകളുടെ അടിസ്ഥാനത്തിൽ ലേഔട്ട് നിശ്ചയിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയുന്നു? പ്രോസസ് ലേഔട്ട് എന്ന്. ക്ലിയർ. സോ ഇപ്പോൾ പ്രോഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീനറീസ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ആദ്യം സെക്ഷൻ, ഫോർ എക്സാമ്പിൾ ഗ്രൈൻഡിങ് വേണ്ടതാണെങ്കിൽ ഗ്രൈൻഡിങ്, ഡ്രില്ലിങ് വേണ്ടതാണെങ്കിൽ ഡ്രില്ലിങ്. ക്ലിയർ. അതുപോലെ തന്നെ വെൽഡിങ് വേണ്ടതാണെങ്കിൽ വെൽഡിങ്. ക്ലിയർ. അപ്പോൾ അങ്ങനെ 3 സെക്ഷനായിട്ടുണ്ടെങ്കിൽ ആ 3 സെക്ഷനിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. ക്ലിയർ. ഓരോ പ്രോഡക്റ്റുകളും അങ്ങോട്ട് മൂവ് ചെയ്ത് പോകണം. ക്ലിയർ. ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ലേഔട്ട് പ്രോസസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസസ് ലേഔട്ട് എന്ന് പറയും. ക്ലിയർ. കമ്പൈൻഡ് ലേഔട്ടിൽ എന്ത് ചെയ്യുന്നു? ഇത് പ്രോഡക്റ്റ് ലേഔട്ടും ആയിട്ടും വരും, അതുപോലെ തന്നെ പ്രോസസ് ലേഔട്ട് ആയിട്ടും വരും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്നതിനാണ് കമ്പൈൻഡ് ലേഔട്ട് എന്ന് പറയുക. സോ മേ ബി അറേഞ്ച്ഡ് ഇൻ പ്രോഡക്റ്റ് ലേഔട്ട് ആൻഡ് സം അതേഴ്സ് ഇൻ പ്രോസസ്. കുറച്ച് കാര്യങ്ങളൊക്കെ പ്രോഡക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും, കുറച്ച് കാര്യങ്ങളൊക്കെ പ്രോസസ്സായിട്ട് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ചില സമയത്ത് എയും ബിയും സിക്കും ആയിട്ട് സാധാരണ ലേഔട്ട് നിശ്ചയിച്ചിട്ടുണ്ടാകും. ചില കേസസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൽഡിങ് ചെയ്യണം, ഗ്രൈൻഡിങ് ചെയ്യണം, ഡ്രില്ലിങ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് പ്രോസസ്സായിട്ട് ചെയ്തിട്ടുണ്ടാകും. ക്ലിയർ. ഈ രീതിയിൽ കമ്പൈൻഡ് ആയിട്ട്. സ്റ്റേഷനറി ലേഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സോ മെൻ ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആർ മൂവ്ഡ് ടു ദി മെറ്റീരിയൽസ് വിച്ച് റിമെയിൻസ് ഇൻ വൺ പ്ലേസ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എവിടെയാണോ ഷിപ്പ് ഉള്ളത് അല്ലേ, അതിനെ ബേസ് ചെയ്തിട്ട്, ഷിപ്പ് ബിൽഡിംഗ് സ്റ്റേഷൻ എവിടെയാണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് മെൻ അല്ലേ കൊണ്ടുപോകാൻ. അപ്പോൾ ആളുകളൊക്കെ എന്ത് ചെയ്യണം? ആ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ക്ലിയർ. സോ the product is completed at a place where material lies. Material എവിടെയാണോ അവിടെ വെച്ചിട്ടായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക. ക്ലിയർ. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫിക്സഡ് പൊസിഷൻ ലേഔട്ട്. ഇതിനെ ഫിക്സഡ് പൊസിഷൻ ലേഔട്ട് എന്ന് കൂടെ പറയാൻ പറ്റും അല്ലേ. ഷിപ്പ് ബിൽഡിംഗ്, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്, ജോബ് വെൽഡിങ്, ഇങ്ങനെയുള്ള കേസസിലൊക്കെ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ഹെവി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റേഷനറി ലേഔട്ടൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഔട്ടായിട്ട് പറയാം. ക്ലിയർ. ദെൻ സെല്ലുലാർ ലേഔട്ട് എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? സോ ദിസ് ഈസ് എൻ ഇന്നോവേറ്റീവ് ലേഔട്ട്
ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദി ഗ്രൂപ്പ് ടെക്നോളജി പ്രിൻസിപ്പിൾ. ക്ലിയർ? ഗ്രൂപ്പ് ടെക്നോളജി പ്രിൻസിപ്പിൾ അനുസരിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ തരത്തിലുള്ള ലേ ഔട്ടാണത്. ഇൻ ദിസ് ടൈപ്പ് മെഷീൻസ് ഡെഡിക്കേറ്റഡ് ടു എ സീക്വൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു സെൽസ്. അല്ലേ? നമുക്കറിയാൻ പറ്റും സെല്ലുകൾ, സെല്ലുലാർ കമ്പനികളുടെയൊക്കെ നമുക്കറിയാം അല്ലേ? ഇപ്പോൾ ഇതൊരു സെല്ലാന്ന് വിചാരിക്കുക, അടുത്തൊരു സെല്ല് ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു സെല്ല് വരുന്നിട്ടുണ്ടാവും. ക്ലിയർ? അതുപോലെ തന്നെ ഇതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു സെല്ല് ഉണ്ടാവും. ഇങ്ങനെ സെല്ലുകളിൽ തന്നെ ഇൻ്റർ കണക്ഷൻ ഉണ്ടാവും. ക്ലിയർ? ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അല്ലേ ഒരു സീക്വൻസ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നതിനൊക്കെ നമ്മളൊരു സെല്ലിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നു. ക്ലിയർ? അതുപോലെ നെക്സ്റ്റ് ഒരു സീക്വൻസ് വരുമ്പോൾ അടുത്തൊരു സെല്ലിൽ വയ്ക്കുന്നു. ഇങ്ങനെ സെല്ലുലാർ ആയിട്ട് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ്റെ നമുക്കറിയാം അല്ലേ? ഓരോ സെല്ലുകളായിട്ടാണ് കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അടുത്ത സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. അതുപോലെ ഒരു സെല്ലുലാർ ടൈപ്പ് പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്നു. ക്ലിയർ? സോ ദിസ് ഈസ് കോൾഡ് എ സെല്ലുലാർ ലേഔട്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്ലാന്റ് ലേഔട്ട് ആയിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഒരു ഫാക്ടറി ലേഔട്ട് അല്ലെങ്കിൽ പ്ലാന്റ് ലേഔട്ടൊക്കെ നമ്മൾ നിശ്ചയിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഘടകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കണം. ക്ലിയർ? അപ്പോൾ അതിൽ എൻവയോൺമെൻറ്റ് ആസ്പെക്റ്റ് നോക്കണം, ഫ്യൂച്ചർ എക്സ്പെൻസസിനെ കുറിച്ച്, ലൈറ്റിംഗ്, വെന്റിലേഷൻ, സർവീസ് ഫെസിലിറ്റി അല്ലേ, ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്, ഫാക്ടറി ബിൽഡിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ലൊക്കേഷൻ, ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്, വോളിയം ഓഫ് പ്രൊഡക്ഷൻ, നേച്ചർ ഓഫ് ഇൻഡസ്ട്രി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ലേഔട്ട് നിശ്ചയിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ.